ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനൽ കളിക്കാൻ ഇനി വെറും ദിവസങ്ങൾ മാത്രം. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ആദ്യം തന്നെ ആർസണൽ വേഴ്സസ് PSG ടീംസിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതാണല്ലോ ഫസ്റ്റ് സെമി ഫൈനൽ. ആദ്യത്തെ മാച്ച് എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ്, രണ്ടാമത്തെ മാച്ച് PSG ഹോമിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നമുക്ക് നോക്കുമ്പോൾ ഇതുവരേക്കും ഉണ്ടായിരുന്ന ചാമ്പ്യൻസ് ലീഗിൻ്റെ ഈ രണ്ട് ടീമിൻ്റെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതിൻ്റെ കൂട്ട് തന്നെ ഞാനിവിടെ കുറച്ച് കീ മെട്രിക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാണ് ഗെയിംസ് പ്ലേഡ്, എത്ര കളി ആർസണൽ കളിച്ചു, എത്ര കളി PSG കളിച്ചു. ആർസണൽ കളിച്ച കളികളുടെ എണ്ണം 12, PSG കളിച്ച കളികളുടെ എണ്ണം 14. ഈ 14 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാമ്പ്യൻസ് ലീഗിൻ്റെ പുതിയ ഫോർമാറ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഈ ചാമ്പ്യൻസ് ലീഗിൻ്റെ പുതിയ ഫോർമാറ്റ് എങ്ങനെയാണ് ആ രണ്ട് ഗെയിം എക്സ്ട്രാ വന്നതെന്ന് ഞാൻ വീഡിയോയുടെ അവസാനം പറയാം. അപ്പോൾ ഇനി നമുക്ക് എത്ര വിൻ, എത്ര ഡ്രോ, എത്ര ലോസ് ഓരോ ടീമിനും നോക്കാം. ഇതിൽ ആർസണലാണ് മുന്നിട്ട് നിൽക്കുന്നത്. കളിച്ച 12 കളികളിൽ നിന്ന് 9 കളി ജയിച്ചു, 2 കളി ഡ്രോ, ആകെ ഒരൊറ്റ കളി മാത്രമാണ് തോറ്റിട്ടുള്ളത്. അത് ഇന്റർ മിലാനുമായിട്ടാണ്. ഇനി PSG വരുമ്പോഴോ കളിച്ച കളികളിൽ 14 കളികളിൽ നിന്ന് 8 കളി ജയിക്കുന്നു, 1 കളി ഡ്രോ, 5 ലോസ് ആണ്. ഈ 5 ലോസിൽ 3 ഗ്രൂപ്പ് സ്റ്റേജിലും 2 നോക്കൗട്ട് സ്റ്റേജിലുമാണ്. ഈ നോക്കൗട്ട് സ്റ്റേജിൽ നിങ്ങൾക്കറിയാം PSG ആദ്യത്തെ ലെഗിൽ തോറ്റു, പിന്നെയാണ് തിരിച്ചുവരവ് പെനാൽറ്റിയിൽ ജയിക്കുന്നത്. അതുപോലെ തന്നെ ആസ്റ്റൺ വില്ലയുമായിട്ട് ഫസ്റ്റ് ലെഗിൽ അവർ ജയിച്ചു, പക്ഷേ സെക്കൻഡ് ലെഗിൽ അവർ തോറ്റു. അങ്ങനെയാണ് ടോട്ടൽ 5 ഗെയിം അവർ ഈ ചാമ്പ്യൻസ് ലീഗിൽ തോറ്റത്. ഇനി എത്ര ഗോൾ അടിച്ചെന്ന് നോക്കാം. അവിടെയും മുന്നിട്ട് നിൽക്കുന്ന ആർസണൽ തന്നെയാണ്, കാരണം അവർ കളിച്ച കളികളുടെ എണ്ണം കുറവാണ്. പക്ഷേ PSG അത്രയും ഗോളും അടിച്ചിട്ടുണ്ട്, PSG അത്രയും കൺസീഡും ചെയ്തിട്ടില്ല. അപ്പം ടോട്ടൽ 30 ഗോൾ അടിച്ചിട്ടുണ്ട്, 7 ഗോള് കൺസീഡ് ചെയ്തിട്ടുണ്ട്, 6 ക്ലീൻ ഷീറ്റ്സ്. CS എന്ന് ഞാൻ ഇട്ടിരിക്കുന്നത് ക്ലീൻ ഷീറ്റ് എന്നാണ്. ഓക്കെ, അതേസമയം PSG വരുമ്പം 30 ഗോള് അവർ അടിച്ചിട്ടുണ്ട്, കാര്യം ശരിയാണ്. പക്ഷേ അവർ 14 ഗോള് കൺസീഡ് ചെയ്തിട്ടുണ്ട്. അവരുടെ ക്ലീൻ ഷീറ്റ് എന്ന് പറയുന്നത് 5 ഇനി ഇവർ എത്ര ഗോൾസ് പെർ ഗെയിം അടിക്കുന്നുണ്ട്, ഒരു ആവറേജ് എക്സ്പെക്റ്റഡ് ഗോൾ എത്രയാണ് എന്ന് നമുക്ക് നോക്കാം. ഗോൾ പെർ ഗെയിം ആർസണൽ 2.5, PSG 2.15. ഇനി അടുത്തത് വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഗെയിമിലും ഒരു ടീം എത്ര കൺസീഡ് ചെയ്യുന്നുണ്ട്, അതായത് എത്ര തിരിച്ചു മേടിക്കുന്നുണ്ട്. അതിൽ മുന്നിട്ട് നിൽക്കുന്നത് ആർസണൽ തന്നെയാണ്, 0.59, 0.6 എന്ന് വേണേൽ പറയാം. പക്ഷേ അതേസമയം PSG PSG 1 ഗോൾ എല്ലാ ഗെയിമിലും കൺസീഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് സ്റ്റാറ്റ് സോഫാർ, അതായത് ക്വാർട്ടർ ഫൈനൽ വരേക്കുമുള്ള ഒരു സ്റ്റാറ്റാണ് നമ്മളിപ്പം കണ്ടത്. ഇനി നമുക്ക് ടീമിൻ്റെ ലൈനപ്പിലേക്ക് പോവാം. ആദ്യം തന്നെ ആർസണലിൻ്റെ ലൈനപ്പിലേക്ക് പോവാം. ഇങ്ങനെയാണ് മിക്കവാറും PSG ലൈനപ്പ് ആവാൻ പോകുന്നത്. ഗോൾ കീപ്പർ റായ, പിന്നെ ലെഫ്റ്റ് ബാക്കിൽ ലൂയിസ് കെലി, പിന്നെ പുതിയ സെൻട്രൽ ബാക്ക് കോംബോ കിവിയോർ, സലീബ, പിന്നെ റൈറ്റ് ബാക്കായിട്ട് ജൂറിയൻ ടിംബർ, പിന്നെ ഡെക്ലൻ റൈസ് മിഡ്ഫീൽഡ്, ഓഡഗാർഡ് റൈറ്റിൽ, മെറീനോയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, പാർട്ടെ കഴിഞ്ഞ റിയൽ മാഡ്രിഡുമായിട്ടുള്ള മാച്ചിൽ യെല്ലോ കാർഡ് കിട്ടിയിട്ട് ഈ മാച്ചിൽ കളിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ മെറീനോ ആണോ അവിടെ വരാൻ പോകുന്നത്, അതോ ട്രൊസാർഡാണോ വരാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഇതുവരെ നമുക്കറിയത്തില്ല. ഇത് ബേസിക്കലി ഇപ്സ്വിച്ച് ടൗണുമായിട്ട് എങ്ങനെയാണോ കളിച്ചത് അതേ ഫോർമാറ്റാണ് ഞാനിവിടെ ഇട്ടിരിക്കുന്നത്. ഇതിൽ ചിലപ്പോൾ ചേഞ്ചസ് വരാൻ സാധ്യതയുണ്ട്. പാർട്ടയ്ക്ക് പകരം ആര് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പം ഇത് ഇപ്സ്വിച്ച് ടൗണിനെതിരെ ഇങ്ങനെയായിരുന്നു, ആൻഡ് അത് ഭയങ്കര സക്സസ്ഫുൾ ആയിരുന്നു. ഇപ്സ്വിച്ച് ടൗണിനെ നമ്മൾ 4-0 പൊട്ടിച്ചാണ്. ഓക്കെ, ഇപ്സ്വിച്ച് ടൗൺ റെലഗേറ്റഡ് ടീം ആയിരുന്നെങ്കിൽ പോലും വളരെ സ്മൂത്ത് ആൻഡ് സിൽക്കി ട്രാൻസിഷൻസ് ആയിരുന്നു നമ്മുടേത്. അതുപോലത്തെ സ്മൂത്ത് ആൻഡ് സിൽക്കി ട്രാൻസിഷൻ വേണം നമ്മൾ ഈ PSG ഗെയിമിലേക്ക് പോകുമ്പോൾ. പിന്നെ ഫ്രണ്ട് ലൈനിലേക്ക് വരുമ്പം നിങ്ങൾക്കറിയാവുന്നതിൻ്റെ കൂട്ട് ലെഫ്റ്റിൽ മാർട്ടിനെലി, സെൻറ്ററിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ചിലപ്പോൾ ട്രൊസാർഡ് ആയിരിക്കും, ചിലപ്പോൾ മെറീനോ ആയിരിക്കും, പറയാൻ പറ്റത്തില്ല. സെൻട്രൽ ഞാനിപ്പം ഇപ്സ്വിച്ച് ടൗണിൻ്റെ സെയിം ലൈനപ്പാണ് ഇട്ടിരിക്കുന്നത്. ട്രൊസാർഡ്, പിന്നെ റൈറ്റിൽ നമ്മുടെ സ്റ്റാർ ബോയ് സാക്ക. ഇനി ബെഞ്ചിൽ ആരൊക്കെയാണെന്ന് നോക്കാം.
ടിയനി, ബെൻ വൈറ്റ്, സിൻചെങ്കോ, ജോർജിനിയോ, നെറ്റോ, ടോമി. ഈ നെറ്റോയും ടോമി എന്ന് പറയുന്നത് രണ്ട് ബാക്കപ്പ് ഗോൾ കീപ്പേഴ്സാണ്. പിന്നെ നെയ്ത്തനെ പറ്റി ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു. ജിമ്മി ഗോവർ ആൻഡ് ഈത്തൻ വെനിയറി. ഈത്തൻ വെനിയറിക്ക് എനിക്ക് തോന്നുന്നു PSG ഗെയിമിൽ ചാൻസ് കൊടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനകത്ത് ചിലപ്പോൾ കാലഫിയോറി തിരിച്ചു വരാൻ ചാൻസ് ഉണ്ടെന്നാണ്. കാലഫിയോറി ഇപ്പോൾ ട്രെയിനിങ്ങിലുണ്ട്, ഇഞ്ചുറി കഴിഞ്ഞിട്ട് ഇപ്പോൾ ശക്തമായി ട്രെയിനിങ്ങിലുണ്ടെന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്സ്. അതുകൊണ്ട് ചിലപ്പോൾ കാലഫിയോറി വരും, പക്ഷേ സ്റ്റാർട്ട് ചെയ്യാൻ വളരെ ചാൻസ് കുറവാണ്. കാലഫിയോറി അത്രയ്ക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആണെങ്കിൽ ചിലപ്പം കാലഫിയോറി സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യത ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്നതിൻ്റെ തൊട്ട് പാർട്ടെ സസ്പെൻഷനിലാണ്. ഇനി നമുക്ക് ടൈമൊന്നും വേസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് നേരെ PSG-യുടെ ലൈനപ്പിലേക്ക് പോവാം. PSG-യുടെ ലൈനപ്പ് നിങ്ങൾക്കറിയാം. ഡോണാറുമ ഗോൾ കീപ്പർ, പിന്നെ ഹക്കീമി, മാർക്കീനസ്, പാച്ചോ, മെൻഡസ്. വളരെ ഡീസൻറ്റ് ബാക്ക് ലൈൻ, എന്നാൽ അത്ര അമേസിങ് അല്ല. നമ്മുടേത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഗാബ്രിയലും കൂടെ ഫിറ്റ് ആയിരുന്നെങ്കിൽ നമ്മുടേത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ച് മുമ്പ് കണ്ട സ്റ്റാറ്റ് വെച്ച് നോക്കുമ്പോൾ നമ്മുടെയാണ് ബെറ്റർ ഡിഫൻസ്. പിന്നെ മിഡിലിലേക്ക് വരുമ്പം റൂയിസ്, വിറ്റീനിയ, നെവെസ്. അതിനകത്ത് വിറ്റീനിയ വല്ലാത്തൊരു പ്ലെയറാണ്. അതുപോലെ തന്നെ മെൻഡസ് സൂപ്പർ പ്ലെയർ. പിന്നെ ഫ്രണ്ട് ലൈൻ പോകുമ്പോൾ കവറഷീലിയ, എൻ്റെ അമ്മേ, വിക്കറ്റ് പ്ലെയർ. പിന്നെ ഉസ്മാൻ ഡെമ്പല്ലെ ആൻഡ് ബാർക്കോള. ഇങ്ങനെയാണ് PSG-യുടെ ലൈനപ്പ്. വളരെ ഡീസൻറ്റ് ലൈനപ്പ്, വെരി സ്ട്രോങ് എന്ന് തന്നെ പറയാം. എസ്പെഷ്യലി ഫ്രണ്ട് ടു ഉസ്മാൻ ഡെമ്പല്ലെ ആൻഡ് കവറഷീലിയ, വെരി ഡേഞ്ചറസ്. പിന്നെ വിറ്റീനിയ അതുപോലെ തന്നെ ഡേഞ്ചറസ് ആണ്. സോ യെസ്, ഇങ്ങനെയാണ് ദ ലൈനപ്പ് ലുക്സ് ഫോർ ആർസണൽ ആൻഡ് PSG. ഇറ്റ് വിൽ ബി എ വെരി ഇൻട്രസ്റ്റിംഗ് ഗെയിം. സത്യം പറഞ്ഞാൽ ഓൾമോസ്റ്റ് ലൈക്ക് അറ്റാക്ക് വേഴ്സസ് ഡിഫൻസ് എന്ന് തന്നെ പറയാം. അവരുടെ അറ്റാക്ക് ഭയങ്കര സ്ട്രോങ് ആണ്, നമ്മുടെ ഡിഫൻസ് അതുപോലെ തന്നെ സ്ട്രോങ് ആണ്. ഈ രണ്ട് സെമി ഫൈനലും അതുപോലെ തന്നെയാണ്. ഞാൻ അടുത്തത് ചെയ്യുന്നുണ്ട്, ബാർസലോണ വേഴ്സസ് ഇൻ്റർ മിലാൻ. അതിനെപ്പറ്റി ഇതുപോലെ തന്നെ ഞാനൊരു ഡീറ്റെയിൽഡ് അനാലിസിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചാമ്പ്യൻസ് ലീഗിൻ്റെ പുതിയ ഫോർമാറ്റ് എന്താണെന്ന് നോക്കാം. പണ്ടത്തെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് സ്റ്റേജസുകളിലായിരുന്നു. ഇപ്പോഴത്തെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ലീഗ് ടേബിളിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ സിംഗിൾ ലീഗ് ഫോർമാറ്റിൽ ആകെ മൊത്തം ഒരു ടീം കളിക്കേണ്ട കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ഗെയിംസാണ്. ഈ 8 ഗെയിമിൽ 4 എണ്ണം ഹോം, 4 എണ്ണം എവേ. ഈ 8 ടീമും 8 ഡിഫറെൻറ്റ് ഒപ്പോണൻസ് ആണ്. അങ്ങനെ ഈ 8 കളികൾ കളിച്ചതിന് ശേഷം ഈ ലീഗ് കംപ്ലീറ്റ് ആവുന്നു, അതായത് ഈ ലീഗ് ഫിനിഷ് ആവുന്നു. ഈ ലീഗ് ഫിനിഷ് ആയതിനു ശേഷമാണ് റൗണ്ട് ഓഫ് 16ലേക്ക് കടക്കുന്നത്. ഈ റൗണ്ട് ഓഫ് 16ലേക്ക് കടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 8 ടീംസ്, അതായത് പോയിൻ്റ് നിലയിൽ ഏറ്റവും കൂടുതൽ പോയിൻ്റ് അക്യുമുലേറ്റ് ചെയ്ത ആദ്യത്തെ 8 ടീംസ് ഓട്ടോമാറ്റിക്കലി റൗണ്ട് ഓഫ് 16ലേക്ക് കടക്കുന്നു. അതിനുശേഷം വേണ്ടത് എത്ര ടീമാണ്? 8 ടീം. ഈ 9ാം സ്ഥാനം തൊട്ട് 24ാം സ്ഥാനം വരേക്കും ഉള്ളവർ തമ്മിൽ പ്ലേ ഓഫ് മത്സരങ്ങൾ കളിക്കുന്നു. അതായത് ഒരെണ്ണം ഹോം, ഒരെണ്ണം എവേ ആയിട്ട് പ്ലേ ഓഫ് മത്സരങ്ങൾ കളിക്കുന്നു. ഈ പ്ലേ ഓഫ് മത്സരങ്ങൾ കളിച്ചതിന് ശേഷം അഗ്രിഗേറ്റിൽ ആരാണോ മുന്നിൽ നിൽക്കുന്നത് അവർ നേരെ റൗണ്ട് ഓഫ് 16ലെ അടുത്ത 8 ടീമുകളിലായിട്ട് ക്വാളിഫൈ ആകുന്നു. ഇങ്ങനെയാണ് ചാമ്പ്യൻസ് ലീഗിൻ്റെ പുതിയ ഫോർമാറ്റ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്.